ഇനി കഴിഞ്ഞ ദിവസം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി യുവതി വിപഞ്ജികയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ വരുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ കൊല്ലം സ്വദേശി വിപഞ്ജികയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കോൺസുലേറ്റിൽ നടന്ന മധ്യസ്ഥത ചർച്ചയിൽ വിപഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീരുമാനമായെന്ന് അഭിഭാഷകർ ഹൈക്കോടതി അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസി നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, വിപഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഹർജി. അങ്ങനെയാണോ അത് തീർപ്പാക്കിയത്? ഇന്നലെ വിപഞ്ജികയുടെ മാതൃ സഹോദരിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കണം, പ്രത്യേകിച്ച് മതാചാര പ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ മതപരമായ ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് ലീഗൽ ഹെയർഷിപ്പ് കൂടി, നിയമപരമായ ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്, അതുകൂടി പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യയുടെയും മകളുടെയും ഒക്കെ അതിന്റെ മറ്റു കർമ്മങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ലീഗൽ ഹെയർഷിപ്പ് ഒക്കെ ഭർത്താവിനാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ രൂപത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നാണ്. പക്ഷേ കോൺസുലേറ്റിനും അതോടൊപ്പം തന്നെ മറ്റു ബന്ധപ്പെട്ട അധികൃതർക്കുമൊക്കെ ഈ വിഷയത്തിൽ എന്താണ് അവരുടെ നിലപാട് എന്നതുകൂടി അറിയാനും ഒപ്പം തന്നെ ഭർത്താവിനെ ഈ വിഷയത്തിൽ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്നിപ്പോൾ ഹർജി പരിഗണിച്ച സാഹചര്യത്തിലാണ് ഇന്നലെ UAE കോൺസുലേറ്റിൽ നടന്ന ചില ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവായം ഉണ്ടായിരിക്കുന്നത്. മധ്യസ്ഥത ചർച്ചയിൽ വിപഞ്ജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനും മകളുടെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കാനും ഒരു തീരുമാനമായി എന്നൊരു കാര്യം ബന്ധപ്പെട്ടവർ കോടതിയെ അറിയിച്ചത്. രണ്ടു കൂട്ടരുടെയും അഭിഭാഷകർ ഈ വിഷയം കോടതിയെ ധരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ഈ വിപഞ്ജികയുടെ ഈ മൃതദേഹം ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടി ക്രമങ്ങൾ അത് പൂർണ്ണതോതിൽ സ്വീകരിക്കാൻ വേണ്ടി എംബസിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മാതൃ സഹോദരി ഹൈക്കോടതിയെ ഇന്നലെ തന്നെ സമീപിച്ചിരുന്നു. ആ വിഷയത്തിൽ ഈ രൂപത്തിലുള്ള സമവായം ഉണ്ടായ സാഹചര്യത്തിൽ ആ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. സൈഫുദ്ദീൻ. ശരി മുസ്തഫ.